കുട്ടികളുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു ആക്ടിവിറ്റിയാണ് ഞാനിന്ന് പരിചയപ്പെടുന്നത്. ഈ ആക്ടിവിറ്റി ചെയ്യുന്നത് ആവണി എം.ആർ. എൻ്റെ അനിയൻ്റെ മകളാണ്. നിങ്ങൾ ഇവിടെ കണ്ടില്ലേ, ഞാനൊരു തെർമോക്കോളിൽ 3 ചോപ്പ് സ്റ്റിക്കുകൾ ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുറച്ച് റബ്ബർ ബാൻഡും ഞാനിവിടെ വെച്ചിട്ടുണ്ട്, നമുക്കൊരു പ്ലക്കറും ഉണ്ട്. ഈ ആക്ടിവിറ്റി ഞാനിപ്പോൾ ഓരോ ചോപ്പ് സ്റ്റിക്കിൻ്റെയും ഉള്ളിൽ ഓരോ കളറുള്ള റബ്ബർ ബാൻഡ് ഇടുന്നുണ്ട്. നിങ്ങളുടെ മക്കളെ അടുത്ത് വിളിച്ചിരുത്തിയതിന് ശേഷം 10 റബ്ബർ ബാൻഡ് വീതം ഈ ഓരോ കളറിലുള്ള നിങ്ങൾ എടുത്തു വയ്ക്കുക. എന്നിട്ട് ഈ നമ്മുടെ പ്ലക്കർ ഉപയോഗിച്ച്, ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പ്ലക്കർ ഇല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സ് പറന്നു പോകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്ലിപ്പ് വേണമെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. സോ ഓരോ കളറും, ഇപ്പോൾ നമുക്കിവിടെ യെല്ലോ, റെഡ് ആൻഡ് ഗ്രീൻ. സോ പ്ലക്കർ ഉപയോഗിച്ച് യെല്ലോ എടുത്തിട്ട് ഇതിനകത്ത് നമ്മൾ വെക്കണം. ദെൻ റെഡ് എടുത്തിട്ട് അതിൻ്റെ ഓർഡർ പ്രകാരം അതാത് നമ്മൾ സ്റ്റിക്കുകളിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് തരണം. ക്വിക്കായിട്ട് നിങ്ങളുടെ മക്കൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവരെ കോൺസെൻട്രേഷനും ഐ ഹാൻഡ് കോർഡിനേഷനും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്നാണ് അതിനൊന്നർത്ഥം. എന്തായാലും ആവണി ഇതൊന്ന് നിങ്ങൾക്ക് ഡെമോ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഓരോ കളേഴ്സും അതാത് സ്റ്റിക്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം. എത്രത്തോളം ഫാസ്റ്റായി ചെയ്യാൻ സാധിക്കുന്നോ അത്രത്തോളം കുട്ടികളുടെ അറ്റൻഷനും ഐ ഹാൻഡ് കോർഡിനേഷനും ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. വൺ ബൈ വൺ ആയിട്ട് വേണം നമ്മളിത് അറേഞ്ച് ചെയ്യാനായിട്ട്. വെരി ഗുഡ്. എല്ലാ ദിവസവും കുട്ടികളെ കൊണ്ട് ഈ ആക്ടിവിറ്റി ചെയ്യിച്ചിട്ട് 1 മിനിറ്റ് 2 മിനിറ്റിനുള്ളിലൊക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാണ് അതിനർത്ഥം. കോൺസെൻട്രേഷനും ഇമ്പ്രൂവ് ചെയ്യുന്ന മറ്റൊരു ആക്ടിവിറ്റിയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്, അല്ലേ? ഒരു ബൈ പറഞ്ഞേ. ബൈ. സീ യു.